അപ്പോൾ സോപ്പ് മതി ഓക്കെ ഇതാ എന്താ നോക്കിയേ. അപ്പോൾ സംഭവം അങ്ങനെ ഇതൊക്കെ നമ്മുടെ കണ്ടെയ്നർ വീണിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നേക്കണം കണ്ടാ. അങ്ങനെ ഉണ്ടാക്കണ പതയാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കണ പതയൊന്നുമല്ല കേട്ടാ. ഇത് കടലിൽ എല്ലാ കൊല്ലവും കടലിളകുമ്പോൾ ഇത് ഓക്കെ നിറച്ചിങ്ങനെ പത ഇങ്ങനെ പതഞ്ഞ് വരും. ആ ഒരു പതയാണ് ഈ കാണുന്നത്. പിന്നെ ഇനി കണ്ടെയ്നറൊക്കെ വെള്ളത്തിൽ പോയതുകൊണ്ട് മീനൊക്കെ ഇനി കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. ഇനി വള്ളം, വഞ്ചി, ബോട്ട് ഒന്നും കടലിലോട്ട് പോകൂല. മീനൊക്കെ കിട്ടാൻ ക്ഷാമമായിരിക്കും. പുഴ മീൻ കഴിക്കുക, കടൽ മീൻ എന്തായാലും കിട്ടൂല. ഒരു 14 ദിവസത്തേക്ക് ഈ ഒരു കടൽ കണ്ട ഇങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബോട്ടും വെള്ളമൊന്നും പോകൂല കണ്ട. നല്ല കടുക്കൻ നല്ല കിടിലൻ പാതയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ കോഴിക്കറി ആയിരുന്നു, മിനിന്ന കോഴിക്കറി ആയിരുന്നു, ഇന്ന് പച്ചക്കറിയായി, നാളെ ചമ്മന്തിയാവും. അത് വേറെ കാര്യം. നോക്കിയാൽ കണ്ട മീൻ കിട്ടാനില്ല കണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു പതയാണ് ഈ കടലിൽ ഇളകുമ്പോൾ ഉണ്ടാവണ പതയായിട്ട് ഈ കാണുന്നത്. അല്ലാതെ കൂടെ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ കൂട്ടുകാരെ വന്നതേ പതയെ കടന്ന് കുളിച്ചൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക, ഇങ്ങനെ വാരി കളിക്കുക.